പാമ്പ്. മനുഷ്യൻ പിടിക്കാൻ വയല് വയറുണ്ട്. മുരുക ഷൺമുഖ. ഷൺമുഖനല്ല സ്വാമി, അപ്പുണ്യാന്നേ. അതേ എന്തായി സ്വാമി? പോലീസുകാർ വന്നിട്ട് അവന്മാരെ പൊക്കിയോ? പൊക്കിയില്ല, മുക്കി. ശരിക്കും അവന്മാർ നമ്മളെ മുക്കി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. പുലിയെപ്പോലെ വന്ന എസ് ഐ മുകളിൽ പോയിട്ട് തിരിച്ചു വന്നത് എലിയെ പോലെയാണ്. എന്നിട്ട് എന്നെ ഒരു വിരട്ടൻ. എന്താ ഉണ്ടായെന്ന് ശരിക്കും തുറന്ന് പറ സ്വാമി. എന്തോന്ന് തുറക്കാൻ, എന്തോന്ന് പറയാൻ? പോലീസുകാർ അവരുടെ സ്വഭാവം ഇവിടെയും കാണിച്ചു. അവർ കൈക്കൂലി കൊടുത്ത് എസ് ഐയെ കയ്യിലെടുത്തു എന്ന് പറയാം. ഇപ്പോൾ വാദി പ്രതിയായി എന്നർത്ഥം. ഞാനില്ലാതായി പോയല്ലോ. ആരുണ്ടായിട്ട് എന്താ കാര്യം? സാക്ഷാൽ വെങ്കടേശ്വര പെരുമാൾ നേരിട്ടുമെന്ന് പറഞ്ഞാലും അവർ അവരുടെ സ്വഭാവം കാണിക്കും. അല്ല സ്വാമി, ഇനിയിപ്പോ എന്താ ചെയ്യാ സ്വാമി? എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. എന്റെ വീടും പറമ്പും വിറ്റിട്ടാണെങ്കിലും ശരി, എന്റെ മാനത്തെ എനിക്ക് കാപ്പാക്കണം. സ്വാമി സ്വാമി, മര്യാദയുടെ വഴിക്ക് പോയാൽ കാര്യം നടക്കില്ല അല്ലേ? നടക്കില്ല എന്ന് ഇപ്പൊ ഉറപ്പായില്ലേ? നമുക്കൊരു കാര്യം ചെയ്താലോ സ്വാമി? എന്ത് കാര്യം? ടൗണിലെ റൗഡികളെ വിളിച്ച് ഇവന്മാരെ തല്ലി ചതപ്പിക്ക്. ഒറ്റ പട്ടി അറിയല, അറിയാവോ? അല്ല, അത് വേണോ? വേണം. ഞാനാണ് ഇത് ചെയ്യിച്ചതെന്ന് അറിഞ്ഞാൽ പോലീസുകാർ എന്നെ കൊണ്ടുപോയി തല്ലി ചതയ്ക്കും. ആയിക്കോട്ടെ, ഞാൻ തന്റെ പേര് പറയും. എനിക്ക് വിരോധമില്ലല്ലോ. ഒരു വിരോധം. ആഹാ, അല്ല ഇതെന്താ ഈ എന്റെ ബുദ്ധി ശരിക്കും വർക്ക് ചെയ്യാത്തത്? ഒരു 150 അടിച്ചാ ഒരു പക്ഷെ ശരിയായേനെ. ഞാനിന്ന് കാശെടുത്തില്ല. അല്ല സ്വാമി അവിടെ ഇരിക്കേ. അല്ല ഈ മറ്റേ കിട്ടിപ്പോയി. എന്താ കളരിയോ? കളരിയാശാൻ പയ്യന്നൂർ സുകുമാരൻ ഗുരുക്കൾ എന്ന് കേട്ടിട്ടുണ്ടോ? സുകുമാര കുറുപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. കുറുപ്പല്ല, ഗുരുക്കൾ. പുള്ളി എന്റെ സുഹൃത്താ. അയാളെ കൊണ്ടുവന്നാൽ ഇവന്മാരെ ഒതുക്കാം. അല്പം പണം ചെലവുള്ള ഏർപ്പാടൊക്കെ ആണ്, എന്നാൽ കാര്യം നടക്കും. ഗുരുക്കളെ കൊണ്ടുവന്ന് ഇവന്മാരുടെ കൂടെ എങ്ങനെ താമസിപ്പിക്കുക? പാമ്പിൻ കൂട്ടിൽ കീരി അന്തി ഉറങ്ങട്ടെ. അവസാനം പാമ്പ് കീരിയെ വിഴുങ്ങും. പക്ഷേ ഈ ഗുരുക്കൾക്ക് എന്ത് കൊടുക്കേണ്ടി വരും? 5000 രൂപ കൊടുക്കേണ്ടി വരും. 5000 രൂപയോ? സ്വാമി വിഷമിക്കണ്ട. ഞാൻ ഇടപെടുന്ന കേസായതുകൊണ്ട് വെട്ടിമുറിച്ച് ഒരു 4750 രൂപ കൊടുത്താൽ മതിയാകും. അല്ല, ഇതാരാ? അപ്പുണ്ണിയോ? നമസ്കാരമുണ്ടേ. നമസ്കാരം. എന്ത് പറ്റി? സുഖമില്ലാതെ ഇരിക്കുക. ഒരാഴ്ചയായിട്ട് കിടപ്പില്ല. അപ്പുണ്ണിയെ കണ്ടിട്ട് കാലം കുറെ ആയല്ലോ. എങ്ങനെ ഇരുന്ന ഗുരുക്കളാ? നിവർത്തി വെച്ച കൂട ചുരുക്കി വെച്ച പോലെ. പഞ്ചാര രോഗം വന്ന് പിന്നെ ചൊവ്വ നേരെ ഒരാഹാരവും കഴിക്കാൻ പാടില്ല. അത് തന്നെയുമല്ല, ഡോക്ടർമാർ ഇപ്പൊ പറയുന്നത് പച്ചവെള്ളം പോലും കുടിക്കരുതെന്ന്. അതെന്താ? പച്ചവെള്ളത്തിലും പഞ്ചസാര ഉണ്ടെന്ന്. ഇക്കണക്കിന് ഗുരുക്കള് വെള്ളമിറങ്ങാതെ ചാവേണ്ടി വരുമല്ലോ. പിന്നെ എന്തൊക്കെ ഉണ്ട് അപ്പുണ്ണി വിശേഷങ്ങൾ? ഗുരുക്കൾക്ക് ഒരു കോളും കൊണ്ടുവന്നതാ ഞാൻ. എന്താ അപ്പുണ്ണി കോള്? കോള് നമ്മുടെ തൊഴിൽ തന്നെ, കളരി. എനിക്കൊരു സുഹൃത്തുണ്ട്, സ്വാമി പട്ടര. പുള്ളിക്കാരനൊരു പ്രശ്നം. അയാളുടെ ലോഡ്ജ് ഒരുത്തിന് വാടകയ്ക്ക് കൊടുത്തിരിക്കുക. അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നേ ഇല്ല. തന്നെയുമല്ല, അവൻ വേറെ 2 പേരെ കൂടി കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചിരിക്കുക. ഞാൻ ഇറക്കാൻ പല പണിയും നോക്കി. പോലീസിന് വരെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. അവന്മാരനങ്ങുന്നേ ഇല്ല. അവസാനൊക്കെ ഞാൻ പറഞ്ഞു, പയ്യന്നൂർ സുകുമാരൻ ഗുരുക്കളെ കൊണ്ടുവന്ന് അടിച്ചിറക്കാമെന്ന്. ഇക്കാലത്ത് വാടകക്കാരെ ഒഴിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. ഇപ്പൊ എന്താ ഒരു മാർഗം? ഗുരുക്കളെയും കൊണ്ട് ചെല്ലാമെന്ന് പറഞ്ഞാ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ ഈ അവസ്ഥയിൽ എങ്ങനെ വരാനാ? ഒരു കാര്യം ചെയ്യാം, അതിന് പറ്റിയ ഒരാളെ ഞാൻ ഇടപാട് ചെയ്യാം. ആരാണാവോ? എന്റെ ശിഷ്യൻ പയ്യോളി അനന്തൻ. എടുക്കനാണോ ഗുരുക്കളെ? അല്ല, അവിടെയുള്ള 3 പേര് അത്ര മോശക്കാരല്ലേ? 3 പേരല്ല, 30 പേര് വന്നാലും അനന്തം മാത്രം മതി. അവൻ എന്നെക്കാൾ മിടുക്കനാ. കളരി മുറ കൂടാതെ ചൂണ്ടുമർമ്മം വരെ അറിയാവുന്നവനാ. എന്നാ അതൊന്ന് ഏർപ്പാടാക്കി തന്നാ നന്നായിരുന്നു.
സ്വാമി ശരണം. എവിടെ നിന്നാണാവോ? അയ്യപ്പ ശരണം, ഞാൻ കുറച്ച് ദൂരെന്നാ. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ അല്പം കൂടി തടിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്നറിയോ? സുകുമാരഗുരുക്കൾ തന്നയച്ചതാ. ഇരിക്കാം. വീടന്വേഷിച്ച് നടന്നു കൈയും കാലൊക്കെ ഭയങ്കര വേദന. ഒരു നോറ്റം. കാശ് എത്ര വേണമെങ്കിലും തരുമെന്നാണല്ലോ ഗുരുക്കൾ എഴുതിയിരിക്കുന്നത്. അതിലെന്താ സംശയം? എന്താ, കാശ് വലിച്ചെറിയുന്ന ആളല്ലേ സ്വാമി? അങ്ങനെ വല്ലയിടത്തോട്ടും വലിച്ചെറിഞ്ഞിട്ട് കാര്യമില്ല. സ്വാമി ക്യാഷ് എന്റെ പോക്കറ്റിൽ എറിയണം. ആ, എനിക്ക് ഇവിടെ തന്നെ ഇതുപോലെ 1-2 ഒഴിപ്പിക്കൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ട്. അയ്യോ, ഉപേക്ഷ വിചാരിക്കരുത്. സ്വാമി ആളൊരു മഹാഭാവമാ. ആ കശ്മലന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. അതുകൊണ്ടാ. പെമ്പിള്ളേർക്ക് എന്ത് പ്രായം വരും? 19 വയസ്സും 17 വയസ്സും. ഈ പ്രായമാണ് പ്രശ്നം. എനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. ഇനിയിപ്പോ ആലോചിക്കാനൊന്നുമില്ല. അഡ്വാൻസ് ആയിട്ട് 1000 രൂപയുണ്ട്. വാങ്ങിച്ചോളൂ, പിടിച്ചോളൂ. ബാക്കി തുക അവന്മാർ അടിച്ചിറക്കുന്ന ആ നിമിഷം തരും. പിടി. സമ്മതിച്ചു. പക്ഷേ എനിക്ക് 1-2 കണ്ടീഷൻസ് കൂടിയുണ്ട്. എന്താണാവോ? എന്റെ ദിനചര്യകളും ഭക്ഷണക്രമങ്ങളും അതൊക്കെ ഏറ്റു. അനന്തം ഗുരുക്കൾ വരാമെന്ന് സമ്മതിച്ചാ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ന് വരണം? കയ്യോടെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് പോകുന്നത്. എന്നാൽ ഉടനെ തന്നെ പുറപ്പെട്ടു കളയാം. എത്രയും പെട്ടെന്ന് അവിടുത്തെ ജോലി തീർത്തിട്ട് ഉടനെ മടങ്ങി വരികയും ചെയ്യാമല്ലോ. ഞാൻ എന്റെ അമ്മയുടെയും കാവിലമ്മയുടെയും അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരാം. സ്വാമി ശരണം. അയ്യപ്പ ശരണം. സ്വാമി. എന്താ മോനെ? ഞാനൊരു സ്ഥലം വരെ പോവുക. കുറച്ചു ദിവസം കഴിഞ്ഞേ മടങ്ങി വരൂ. എവിടെയെങ്കിലും ജോലി ശരിയായോ? ആ, ഒരാൾ ചെല്ലാൻ പറഞ്ഞിരിക്കുക. എന്താ ഏട്ടാ ജോലി? തിരുവനന്തപുരം ജില്ലാ കളക്ടർ. അല്ലമ്മേ, ജോലിക്കുള്ള ശുപാർശ കത്തേ കയ്യിലുള്ളൂ. ജോലി എന്താണെന്നൊക്കെ അവിടെ ചെന്നാലേ അറിയാൻ പറ്റൂ. ഏട്ടനോട് പോയാ പിന്നെ ഇവിടെ ആരാ ഉള്ളത്? എനിക്കൊന്നേ പറയാനുള്ളൂ. എവിടെ പോയാലും രജനിയുടെയും മായയുടെ ഓർമ്മ നിനക്കുണ്ടായിരിക്കണം. ചേട്ടനെ പോലെ നീയും ആകരുത്. ശരിയമ്മേ. ദാ ഇത് വെച്ചോളൂ. എവിടുന്ന ഏട്ടാ ഇത്രയും രൂപ? അത് അഡ്വാൻസ് കിട്ടിയതാ. ജോലി കിട്ടുന്നതിന് മുമ്പ് അഡ്വാൻസ് അല്ലേ? പിന്നെ ജോലി കിട്ടിയതിന് ശേഷമാണോ അഡ്വാൻസ്? അമ്മേ, ഞാൻ ഇറങ്ങുക. മരുന്നൊക്കെ കൃത്യസമയത്ത് കൊടുക്കാൻ മറക്കരുത്. വരട്ടെ അമ്മേ. ശരി മോനെ. വേഗം ഇറങ്ങി വാ. എന്ത് മനുഷ്യ ഇത്? കണ്ണു കണ്ടൂടെ? വേഗം കയറട്ടെ. അല്ലെ ഇത് ആരാ മാഷ? പുതിയൊരാള്? കേട്ടിട്ടില്ലേ അനന്തം ഗുരുക്കൾ? ഇല്ല. ആ, എന്നാ കണ്ടോളൂ. ഇതാണ് സാക്ഷാൽ അനന്തം ഗുരുക്കൾ. മാഷ് എന്നെ ഗുരുക്കളെന്നും പറഞ്ഞ് ഇങ്ങനെ ആരെയും പരിചയപ്പെടുത്തണ്ട. ഞാൻ വന്നിരിക്കുന്ന കാര്യം പോലും ആരും അറിയാൻ പാടില്ല. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. പിന്നെ വളരെ സൂക്ഷിച്ചു വേണം ആ ലോഡ്ജുകാരെ കൈകാര്യം ചെയ്യാൻ. അതെന്താ? മർമ്മങ്ങ മാറി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊലക്കുറ്റത്തിന് സമാധാനം പറയേണ്ടി വരില്ലേ? മാഷ് ഒന്നും പേടിക്കണ്ട. ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാ ഞാൻ അവരെ നേരിടാൻ പോകുന്നത്.